ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടികള ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, വിഷുവാണ് വരുന്നത്. ഒത്തിരി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പ് ചെയ്യാനായിട്ട്. അത് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും ഒക്കെ ഷോപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നടത്താറുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വിഷുക്കോടി കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാണാം. ഇതിൽ അച്ഛന് വേണ്ടിയിട്ടും ചേച്ചിക്കും ഒക്കെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, പെങ്ങൾക്കും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ഓരോന്നും കാണാം. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ തന്നെ ആമസോണിൽ മെഗാ ഫാഷൻ ഡേ സെയിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ 8-ാം തീയതി വരെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നല്ല ഓഫേഴ്സിൽ 70% ഓഫ് ഉണ്ടാവും. നമ്മൾ അധികവും ഇങ്ങനത്തെ ഒരു ടൈമിൽ ഷോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല ഓഫേഴ്സ് ഉണ്ടാകുന്ന ടൈമിൽ നല്ല ഓഫേഴ്സിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുപോലെ ഫാസ്റ്റ് ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. റിട്ടേൺ, അതുപോലെ എക്സ്ചേഞ്ച്, ഇതൊക്കെ നമുക്ക് പോസിബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. പിന്നെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് മുണ്ടിൻ്റെ ആയിരുന്നു. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. യൂസ്ഫുൾ ആകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഞാൻ ഇപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാം ഒന്നും എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ഏകദേശം എടുത്തതിൽ കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കുർത്തയാണ്. ചേച്ചിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഇതിൻ്റെ റെഡ് കോമ്പിനേഷനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. റെഡിനും ഏകദേശം ഇതിലും ഞാൻ വിചാരിച്ചത് മെറ്റീരിയൽ വൈസ് സെയിം ആണെന്നാണ്. പക്ഷേ മെറ്റീരിയലിൽ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെഡും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗ്രീനിൽ കുറച്ച് പ്രിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്ന പോലെയാണ്. ഇത് തുണിയിൽ തന്നെ ഉള്ളൊരു പ്രിൻ്റാണ് ഗ്രീനിൽ വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് ലാർജാണ്. നല്ല ഭംഗിയുണ്ട്. ഡെയിലി വെയർസിന് പറ്റിയിട്ടുള്ള അടിപൊളിയാണ്. പിന്നെ ചൂടല്ലേ, അപ്പോൾ അതിന് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പ്രൈസ് ഒരു 500 സംതിങ് റേഞ്ചാണ് കേട്ടോ വരുന്നത് ഇതിന്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫേഴ്സിൽ വരുന്ന പ്രൈസാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ കുറച്ചും കൂടെ നല്ല പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ടാവും കേട്ടോ. ചെക്ക് ചെയ്തൊക്കെ കുറച്ചുകൂടെ റേറ്റ് ഉള്ളതാണ്. പക്ഷേ നമുക്ക് ഓഫർ പ്രൈസ് വന്നപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ്. വാഷ് ചെയ്ത് നോക്കിയില്ല, കാരണം വിഷുക്കോടിയല്ലേ, വിഷുവൊക്കെ കഴിഞ്ഞിട്ടല്ലേ വാഷ് ചെയ്യുള്ളൂ. എന്നാലും മെറ്റീരിയൽ വൈസ് എനിക്ക് കൊള്ളാമെന്നാണ് തോന്നിയത്. തീർത്തും മോശമല്ലാന്നാണ് കേട്ടോ തോന്നിയത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് റെഡ് കളറിലുള്ള കുർത്തിയാണ്. എനിക്ക് പിക്ചറിൽ വെച്ചിട്ട് എനിക്ക് ഈ റെഡാണ് കുറച്ചുകൂടി ഇഷ്ടമായത് കേട്ടോ, ഈ ഒരു ഗ്രീനിനെക്കാളും. പക്ഷേ ഗ്രീൻ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതിട്ട് നോക്കിയപ്പോൾ എനിക്ക് വന്നിട്ട് നല്ല ഇഷ്ടമായി. റെഡും എക്സൽ ഇതാണ് എടുത്തത്. റെഡിൻ്റെ സൈസ് വന്നിട്ട് മെറ്റീരിയൽ വൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എൻ്റർലി ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ രണ്ടും വരുന്ന. കൊള്ളാം കേട്ടോ. ഇതിൽ ഗോൾഡൻ ചെറിയ ഇതിൻ്റെ അകത്തുള്ള പ്രിൻ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ള പ്രിൻ്റാണ്, അല്ല തുണിയിലുള്ള പ്രിൻ്റല്ല. അത് ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് അറിയില്ല കേട്ടോ. നമുക്ക് നോക്കി നോക്കിയാൽ മാത്രമേ പറയാനാവുള്ളൂ ഇത് എത്രമാത്രം ലാസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം. പക്ഷെ കാണുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇത് യൂസ് ചെയ്തിട്ട് മോശമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്. ഇതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇമാജും കൂടെ ഇവിടെ കൊടുക്കുക കേട്ടോ. ആ ഒരു സംഭവം കാണുമ്പോൾ ഇമാജും കൂടെ കൊടുക്കുക കേട്ടോ. കുർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അച്ഛന് വേണ്ടി എടുത്തിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. കാരണം നമുക്ക് അധികം എനിക്ക് ലേഡീസിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനാണ് ഇഷ്ടം. എനിക്ക് ആണുങ്ങളെ ഡ്രസ്സ് എടുക്കാനോ അങ്ങനെ ആൺകുട്ടികളതായാലും എനിക്ക് ഷോപ്പ് ചെയ്യാൻ അത്ര വലിയൊരു ധാരണയില്ലാത്ത പോലെയാണ്. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ലേഡീസിനൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. നിങ്ങൾ അങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയുക കേട്ടോ. അപ്പോൾ ഇനി എടുത്തിട്ടുള്ളത് അച്ഛന് ഇത് കുറച്ച് മുൻപേ എടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഒരു ബ്ലൂ കളറാണ്, നേവി ബ്ലൂ കളറാണ്. അടിപൊളിയാണ്. മജസ്റ്റിക് ബ്രാൻഡ് ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അച്ഛൻ ഇട്ടിട്ടും എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഒരുപാട് തവണ അച്ഛൻ വാഷ് ചെയ്ത് നോക്കിയതാണ്, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയൽ അല്ല, കാരണം കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡാണ്. പക്ഷേ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി കേട്ടോ. ഇതിൻ്റെ കുറേ ടൈപ്പ് ഞാൻ ഏട്ടന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തിട്ടുണ്ടായിരുന്നത്. കരിന്നില്ല, നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ അച്ഛൻ ആ ഒരു കളർ ചൂസ് ചെയ്തതാണ്. അച്ഛൻ കുറച്ചുകൂടെ ലൈറ്റ് കളറിനെ കാട്ടി അച്ഛൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡാർക്കാണ് കേട്ടോ. ഇനി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല മെറൂൺ കളറിലുള്ളൊരു ടീഷർട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. നമുക്ക് അയൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അച്ഛന് സംഭവമൊക്കെ ഇഷ്ടമായി, നല്ല മെറ്റീരിയലൊക്കെയാണ്. പക്ഷെ അത്
നമുക്കിത് അയൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അലക്കി കഴിഞ്ഞാൽ ഇടുമ്പോൾ ബുദ്ധിമുട്ടല്ല. അച്ഛനൊക്കെ കൃത്യമായിട്ട് അയൺ ചെയ്തിട്ടിടുന്ന ഒരാളാണ്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് അത് ഞാൻ റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ബാക്കി കളർ വൈസും എല്ലാം നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടിട്ട് കാണിക്കുന്നില്ല. കാരണം നമ്മൾ അത് റീപ്ലേസ് ചെയ്യണം ചിന്തിക്കുമ്പോൾ നമ്മളത് ഇട്ട് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ വന്നിട്ട് ഇത് കുഴപ്പമില്ല. ഓഫർ പ്രൈസ് വന്നിട്ട് അണ്ടർ 400 ആവുന്നുള്ളൂ കേട്ടോ. ഇനി എടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഈ ആഷ് ബ്ലാക്ക് ഒക്കെ എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഈ ആഷ് കളറിൽ അച്ഛൻ ഫുൾ സ്ലീവ് യൂഷ്വലി യൂസ് ചെയ്യാറില്ല. ഫുൾ സ്ലീവ് എടുത്തു കഴിഞ്ഞാൽ അമ്മ അത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ഹാഫ് സ്ലീവ് ആക്കി കൊടുക്കാറാണ് പതിവ്. മിക്കത് അങ്ങനെയാണ് കേട്ടോ. ചിലപ്പോൾ ഫുൾ സ്ലീവിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കിട്ടും. എനിക്ക് ഹാഫ് സ്ലീവിൽ അങ്ങനെ ഒത്തിരി കളക്ഷൻസ് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുൾ സ്ലീവിൽ തന്നെ അച്ഛൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആഷ് കളറാണ്. എനിക്ക് തോന്നുന്നു അച്ഛനത് ഇട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ടായിരിക്കും അത് പിന്നെ അതന്നെ അച്ഛൻ ഉറപ്പിച്ചത്. അല്ലെങ്കിൽ അച്ഛനത് കട്ട് ചെയ്ത് ചെറുതാക്കുന്ന സമയം കഴിഞ്ഞു. നല്ല കറക്റ്റ് ഫിറ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ പോലെ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അച്ഛൻ ഇട്ടിട്ടും എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് വാങ്ങിച്ചതിൽ പ്യുവർ കോട്ടൺ അല്ലാതെ ഓൾറെഡി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈസും നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടുന്ന ഒരു ടൈപ്പായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അല്ലാതെ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഉള്ള ടൈപ്പല്ല കേട്ടോ. അതിന് കുഴപ്പമില്ല. പക്ഷേ അതാണ് നമ്മൾ കുറച്ചുകൂടെ റേറ്റ് കുറച്ചുകൂടെ നല്ല ബ്രാൻഡൊക്കെ നോക്കില്ലേ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞ് നമ്മൾ മോശമൊന്നും പറയില്ല കേട്ടോ. പക്ഷെ നമ്മളൊരു ഫംഗ്ഷനാകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇതായിട്ടല്ലേ എടുക്കുക. അത് നോക്കുമ്പോൾ ഡേറ്റ് വെയറിന് ഇത് അടിപൊളിയാണ്. ഞാൻ പേരനൊക്കെ ഇതിൻ്റെ ഒരുപാട് എടുത്തിട്ടുണ്ട്. കാരണം ഓഫീസ് വെയറായിട്ട് യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. നമുക്കങ്ങനെ കഴുത്തറപ്പൻ പൈസയും വരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ ഈ ഒരു സംഭവം മാത്രമാണ് കാണിക്കുന്നത്. കാരണം ഒത്തിരി സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി ഒറ്റ വീഡിയോയിൽ കാണിക്കാനായിട്ട് എനിക്ക് എത്ര സമയം കിട്ടാറില്ല. മോനെ ഉറങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായി എന്നുള്ളത് പറയാൻ മറക്കല്ലേ. മോനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.